ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോ അടുത്തൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. നമസ്കാരം. ഏത് പടമാണെന്ന് പറയണ്ടേ നമുക്ക്? അതെ, റഹ്മാൻ നായകനായിട്ട് വന്നിരിക്കുന്ന അനോമി. റഹ്മാൻ മാത്രമല്ല, നമ്മുടെ ഭാവനയും ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. കുറച്ചൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും സ്ക്രീനിൽ വരുന്നത്. അതെ, കുറച്ച് ഇടവേള, വലിയ രീതിയിലുള്ള ഗ്യാപ്പ് ഒന്നും ഇല്ല എന്ന് പറയാം. നമുക്ക് ഒരു നല്ലൊരു പടമായിരിക്കും എന്നുള്ളൊരു ത്രില്ലർ, കാരണം അതിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒരു ത്രില്ലർ ഗണത്തിൽ പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. അനോമി എന്നാണ് പടത്തിന്റെ പേര് തന്നെ. പേരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഇതിനു മുന്നേ അതിന്റെ പടത്തിന്റെ ഒന്നും തന്നെ വന്നിട്ടില്ല, പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു പോസ്റ്റർ കണ്ടുകൊണ്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പൊ ടീച്ചർ കണ്ടാൽ പോലും നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഏകദേശം ആ പടത്തിന്റെ ഒരു മൂഡ് പിടിക്കാൻ പറ്റും. ആ മൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെങ്കിൽ നമുക്കത് പോയി കാണാം. അതെ, അതാണ് അതിന്റെ ഒരു രീതി. നമുക്ക് ആ രീതിയിൽ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഓക്കെ അല്ലേ? ആ രീതി നമുക്കൊന്ന് പിടിക്കാം. അനോമിയുടെ ക്യാമറ The rich wants to live, the poor wants to live, nobody wants to die. മനുഷ്യന് ഭയപ്പെടുന്ന ജീവിക്കാൻ കൊതിയുള്ളവരെ കൊല്ലുക. It's criminal. You are a fucking psychopath. Either he knows who's the killer or he is the killer. Who's coming? A man or a force? A man in the force. അപ്പോ അനോമി ഐ തിങ്ക് ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ്, ത്രില്ലറാണ്, സൈക്കോപാത്ത് പടമാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം റഹ്മാന്റെ ഒരു ആക്ഷൻ പരിപാടി. ആക്ഷൻ. പക്ഷെ റഹ്മാനെ നീ ശ്രദ്ധിച്ച, എനിക്ക് റഹ്മാനെ കണ്ടപ്പോ മറ്റേ ബ്ലാക്ക് പടല്ലേ മമ്മൂട്ടിയുടെ, ആ ഒരു ലുക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ആ എത്ര വർഷമായ പടമൊക്കെ ഇറങ്ങിയിട്ട് ലുക്കിൽ ഇപ്പോഴും ആള് മറ്റേ വ്യത്യാസമില്ല. ബ്ലാക്കിൽ കണ്ട കോസ്റ്റ്യൂം ഒക്കെ ഫീൽ ചെയ്ത പോലത്തെ അല്ലേ? ശരിക്കും അതേ ലുക്കൊക്കെ ഫീൽ ചെയ്തത് എനിക്ക് കൊള്ളാം. മറ്റേ പാട്ടൊക്കെ ഓർമ്മ വന്നു, അമ്പലക്കര ചെത്തിക്കാവിലെ പൂരം, ആ ഒരു ലുക്കൊക്കെ ഫീൽ ചെയ്തു. നല്ലൊരു ത്രില്ലർ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സൈക്കോ ത്രില്ലർ ആയിട്ടാണ് ഈ പടം വിചാരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ പടം കണ്ടു തുടങ്ങിയിട്ട്. അല്ല, പടത്തിന്റെ ട്രെയിലർ ചിലപ്പോ അടുത്ത് വരെയായിരിക്കും. കുഴപ്പമില്ല, അതിന്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറ വിഷ്വലായാലും പരിപാടികളാണെങ്കിലും ഒക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു നോക്കിയിട്ട് പറയാം. സിനിമ കണ്ടു നോക്കിയിട്ട് പറയാം. അതായത് ജനുവരി 30-നാണ് റിലീസ് വരുന്നത്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും. ഓക്കെ, അപ്പോ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വിശേഷങ്ങളുമായി വരുന്നത് വരെ ബൈ.